ഹലോ, ഇന്ന് നമ്മൾക്ക് കുട്ടിപ്പൂരിയും കടലക്കറിയും തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ആദ്യം നമുക്ക് മൈദ ആണ് എടുക്കേണ്ടത്. കുട്ടിപ്പൂരി ഉണ്ടാക്കാൻ മൈദയാണ് ഉപയോഗിക്കുന്നത്. ഗോതമ്പ് പൊടിയിലും ആൾക്കാർ ചെയ്യും, എന്നാൽ മൈദ ആയിരിക്കും ഏറ്റവും പെർഫെക്റ്റ്. ബൗളിലേക്ക് മൈദപ്പൊടി എടുത്ത ശേഷം അതിൽ ഉപ്പും ചേർത്ത് വെള്ളം ഇട്ട് നല്ലവണ്ണം കുഴച്ചെടുത്ത് അത് ചെറിയ ചെറിയ ബൗൾസുകളാക്കി എടുക്കുക. ആ ബൗൾസുകൾ ഒരു പൊടിയിൽ മുക്കി പരത്തി ഒരു ചെറിയ അടപ്പിൻ്റെയോ എടുത്ത് അത് ചെറിയ ആകൃതിയിൽ പരത്തിയെടുക്കുക. പപ്പടം ആകൃതിയിൽ പരത്തിയെടുക്കുക. ചെറിയ പപ്പടാകൃതിയിൽ പരത്തിയ ശേഷം അത് എണ്ണയിലിട്ട് വറുത്ത് കോരുക. എണ്ണയിൽ ഇടുമ്പോൾ തന്നെ അത് മൊരിഞ്ഞ് വലിയൊരു കുമ്പളകളായി വരും. ഇങ്ങനെയാണ് കുട്ടിപ്പൂരി തയ്യാറാക്കുന്നത്. കുക്കറിലേക്ക് കടല ഇട്ട ശേഷം സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, വെള്ളം ഒഴിച്ച് ഇട്ടിട്ട് നല്ലോണം വേവിക്കുക. അടുത്തത് നമുക്ക് കടലക്കറി തയ്യാറാക്കിയെടുക്കാം. തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച കടല എടുത്ത് നല്ലവണ്ണം കഴുകി കുക്കറിലിട്ട ശേഷം പച്ചമുളക്, സവാള, വെളുത്തുള്ളി, ഉപ്പ്, അതിലേക്ക് വെള്ളവും ഇട്ട് ഒഴിച്ച് അത് വേകാൻ വേണ്ടി വയ്ക്കുക. അത് കുക്കറിലെ കടല തണുത്ത ശേഷം കുറച്ച് കടല എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിൽ 2 തക്കാളിയും ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. കടലക്കറി തയ്യാറാക്കിയെടുക്കാം. പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം ചേർത്ത് അതിൻ്റെ പച്ച ടേസ്റ്റ് മാറ്റിയെടുത്ത് അതിലേക്ക് അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച കടലയും തക്കാളിയുടെയും ആ മിക്സ് അതിലേക്ക് ചേർക്കുക. കുക്കറിൽ വെച്ചിരിക്കുന്ന കടല അതിലേക്ക് ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുക. അത് ഇളക്കി ചേർക്കുക. കറി കുറുകി വരുമ്പോൾ രുചികരമായ കടലക്കറിയും കുട്ടിപ്പൂരിയും തയ്യാർ.